പാവം. നമ്മുടെ ഡയാനയുടെ അമ്മേനെ നമുക്ക് സ്പ്രേ ഒക്കെ ചെയ്ത് കൂട്ടിലോട്ടാക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുമല്ലായിരുന്നോ? എന്തായാലും അത് വേണ്ടി വന്നില്ല, ചത്തുപോയി കേട്ടോ. ഇന്നലെ വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇന്നലെ വൈകിട്ട് അവർക്കെല്ലാം ചോറ് കൊടുത്ത കൂട്ടത്തിൽ ഞാൻ കുറച്ച് ചോറൊക്കെ വെച്ച് കൊടുത്തതായിരുന്നു. അതൊക്കെ കഴിച്ചായിരുന്നു തോന്നുന്നു. എന്തായാലും രാവിലെ ഇപ്പം നമ്മുടെ ഇവിടെ അവളെ കിടന്നുകൊണ്ടിരുന്ന ഇയാളെ, അപ്പം രാവിലെ ഇവിടെ ചെത്ത് കിടപ്പുണ്ട്. എന്താ പറ്റിയെന്ന് അറിയത്തില്ല. ആരെങ്കിലും വിഷം വെച്ചതാണോ ഇങ്ങനെയൊന്നും അറിയത്തില്ല കേട്ടോ. വിഷം വെക്കും, കാരണം ഇവിടെ ഇപ്പം 8-10ഓളം പട്ടികൾ ഇതിൽ അലഞ്ഞു നടപ്പുണ്ട്. ഞാൻ മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞായിരുന്നു. നമ്മുടെ നാട്ടിൽ കുറേ ഡോഗുകളുണ്ട്. രാത്രിയിലായ ഭയങ്കര ബഹളവും മറ്റുള്ളവരുടെ കോഴി പിടിക്കുകയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇതിനിടയ്ക്ക്. വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്തെങ്കിലും അസുഖമാണെങ്കിൽ നമുക്കിവിടെ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും കക്കിയിടുകയോ അല്ലെങ്കിൽ ഛർദ്ദിച്ചതിൻ്റെയോ അല്ലെങ്കിൽ ബ്ലഡായിട്ട് അവരുടെ വയറ്റിൽ നിന്നൊക്കെ പോകുമ്പോൾ അത് ബ്ലഡിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖമാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല, വേറെന്ത് സംഭവിച്ചതാണ്. കുഴിച്ചിടാം ഇനിയിപ്പം. എന്തായാലും അവള് രക്ഷപ്പെട്ടു. ഞാൻ കാണാത്ത കാര്യം എനിക്കിപ്പോൾ പറയത്തില്ല. അപ്പം ആരെങ്കിലും വിഷം വെച്ചതാണോ എന്നുള്ള സംശയം മാത്രമാണ് കേട്ടോ. ഒരുപാട് പേരിങ്ങനെ വിഷം വെച്ച് കൊന്നു കളയുന്നുണ്ട്. പക്ഷെ നമുക്ക് പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടുകാരുടെ ഇതുപോലെ പെരുകുന്നതുകൊണ്ടാണ് ആളുകളിങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അതല്ല അതിനുള്ള സൊല്യൂഷൻ. അതിനുള്ള യഥാർത്ഥ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുള്ള ഭരണ സംവിധാനം എന്താണോ അവർ മുന്നിട്ടിറങ്ങാതെ ഈ ഒരു പ്രശ്നം തീരത്തില്ല. മനുഷ്യരും പട്ടികളും ഇങ്ങനെ പഞ്ചായത്ത് ഇടപെട്ടിട്ടേ കാര്യമുള്ളൂ. എന്നാ പറയുക, ഞാൻ ഇങ്ങനെ കഴിഞ്ഞ വീഡിയോ എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ഇനിയൊന്നും പറയാനില്ല. അവളുടെ അടുത്ത് കുഴിച്ചിടാം. ഞാൻ ഡയാനയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ബാക്കി എല്ലാ പപ്പീസിനും നമ്മൾ ഓരോ സ്ഥലത്തോട്ട് അഡോപ്ഷൻ കൊടുത്തു കേട്ടോ. അതുപോലെ ഈ കഴിഞ്ഞ ദിവസം പൂഞ്ഞാറിൽ നിന്നൊരു ഡോഗിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. ആരോ വെട്ട് കൊടുത്തു, ദേഹമൊക്കെ പൊള്ളിയിട്ടിരിക്കുന്നൊരു കേസ് ഞാൻ പറഞ്ഞില്ലേ. അതിനെ അഡോപ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഞാൻ നമ്മുടെ റെസ്ക്യൂ ടീമിൻ്റെ അടുത്തോ അങ്ങനെയൊക്കെ കോണ്ടാക്ട് ചെയ്തു. ആർക്കും വന്ന് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്കും പറ്റുവരാത്ത രീതിയിൽ അത്രയും ഡോഗുകൾ പ്രശ്നങ്ങളായിട്ട് നിൽപ്പുണ്ട്. അപ്പം അങ്ങേയറ്റത്തെ പട്ടിസ്നേഹമല്ല പറയുന്നത്. ഇതിന് പ്രാക്ടിക്കലായിട്ട് ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. ഇവരെ വന്ധീകരിക്കുക, അതുപോലെ തന്നെ വാക്സിനേഷൻ എടുക്കുക. അതൊന്നും ചെയ്യാതെ നടന്നിട്ട് ഇതുപോലെ കുറേ എണ്ണത്തിന് ഇതുപോലെ വെറുതെ കൊന്നു കളയും. ഇത് അത്യാവശ്യം ഇണങ്ങിയതായിരുന്നു. നമ്മുടെ അടുത്ത് കുട്ടികളെ എടുത്ത സമയത്ത് നമ്മളിവിടെ തീറ്റയൊക്കെ വെച്ച് കൊടുത്ത് ഇവിടെ ഇണങ്ങിയതായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങളെല്ലാം മാറ്റിക്കഴിഞ്ഞപ്പോൾ അവൾ പോയി. അത് തൊട്ടടുത്ത വീട്ടിൽ, ഞാൻ പറഞ്ഞതായിരുന്നു കഥയല്ല, തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളുടെ കൂടുതലൊക്കെ കടന്നിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അവൾ പിന്നെ പുറത്തോട്ട് നടക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് വിളിച്ചാൽ കിട്ടുമോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയപ്പം നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ പയ്യെ ഇണക്കി നമുക്ക് പിടിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ ഓർത്തുതന്നെയായിരുന്നേ അവളെ നമ്മളെടുത്ത് സ്റ്റേ ചെയ്ത് റിലീസ് ചെയ്യുന്നതിൻ്റെയൊക്കെ. എന്തായാലും അത്രയും പണിയേണ്ട വന്നില്ല. ആരോ എന്തോ നമുക്ക് ഒരു ഉപകാരം ചെയ്തു തന്നു. കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം പറഞ്ഞ പൂഞ്ഞാറിൽ ഈ കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ട ഇതുപോലെ ഒരു തെരുവുനായുണ്ട്. 3ഓളം പട്ടികളെ അവിടെ ഒരു നിർധനമായിട്ടുള്ള ഒരു കുടുംബം സംരക്ഷിക്കുന്നുണ്ട്. അവർക്കതിനെ സ്പ്രേ ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണത്തിൻ്റെ മേത്ത് ചൂടുവെള്ളമൊക്കെ ചാടി അകപ്പെടെ പൊള്ളിയൊക്കെ ഇരിക്കുവാണ്. ആ പട്ടി കഴിഞ്ഞ ദിവസം പ്രസവിച്ചു. ഏകദേശം 8ഓളം കുട്ടികളാണുള്ളത്. അതും ഇതുപോലെ ചാവുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവമായിട്ടോ മാറാനുള്ള കുട്ടികളാണ്. അതിൽ അങ്ങനെ വിടാതെ ആർക്കെങ്കിലും ഇതിനെ സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുവാണ്. സഹായിക്കാൻ താല്പര്യമുള്ളവർ, അവർക്ക് സ്പ്രേ ചെയ്യാനുള്ള പൈസ നമ്മൾ ആരെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ആ ഡോഗ്സിനെല്ലാം സ്പ്രേ ചെയ്തോളും. സഹായിക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ അടുത്തുനിന്ന് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മെസ്സേജ് അയക്കുവാണെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് തരാം. നിങ്ങൾക്ക് നേരിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ചെയ്യാവുന്നതാണ്.
നാടൻ പട്ടികളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പട്ടിക്കുഞ്ഞിനെ വാങ്ങിക്കാനിരിക്കുന്നവർ ദയവായി ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ തെരുവിൽ നിന്ന് ഏതെങ്കിലും ഒരു നായ്കളെ ഇതുപോലെ അഡോപ്റ്റ് ചെയ്യാനുള്ളൊരു മാർഗ്ഗം നോക്കുകയോ മറ്റോ ചെയ്യണം എന്ന് ഞാൻ അപേക്ഷിക്കുവാണ്. ഇത് കണ്ണും പൂട്ടിയുള്ള നായ സ്നേഹമല്ല, നമുക്ക് സൊസൈറ്റിയോട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിബദ്ധത കൂടിയാണ് എന്ന് ഞാൻ കരുതുന്നു. ബന്ധപ്പെട്ടവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കനിവിനായിട്ട് നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. പറഞ്ഞു കേട്ടിട്ടില്ല, സർക്കാർ കാര്യം മുറ പോലെ എന്ന് പറഞ്ഞ രീതിയിൽ അത് പയ്യെ വരത്തുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ അവസരത്തിൽ നമ്മൾ ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യുവാണ്. നമ്മുടെ നാടൻ പട്ടികളെ ആർക്കും വേണ്ടാത്ത ഒരവസ്ഥയാണ്. എന്നാൽ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ പട്ടിപ്രേമികളെ മുട്ടിയിട്ട് നമുക്ക് നടക്കാനും പറ്റുന്നില്ല. എവിടെയെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, പട്ടി കടിച്ച് മരിച്ചാൽ ഇത്രയധികം വിഷമമില്ല. പക്ഷേ ഒരു വണ്ടി കയറി ഒരു പട്ടി മരിച്ചതിൻ്റെയോ അല്ലെങ്കിൽ ഒരാൾ പട്ടിയെ കല്ലെറിഞ്ഞതിൻ്റെയോ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ സ്നേഹം വാരി ഉതർന്ന ഒരുപാട് ആളുകളെ നമുക്ക് ഓൺലൈനിൽ കാണാം. അവരാരെങ്കിലും ഒരു നേരത്തൊരു ആഹാരം ഇവയ്ക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ഏതെങ്കിലും നായ്ക്കുട്ടികളെ എടുത്ത് വളർത്തുകയോ ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ പകുതി എണ്ണം പോലും തെരുവ് നായ്ക്കൾ ഉണ്ടാകില്ലായിരുന്നു. ഡേ ഡേ എന്നാ ഡേ വാ എന്നാ വാ എന്നാ ഡേ വാടി വാടി ഇങ്ങോട്ട് വാ.